വീണ്ടും 40കളുടെ അവസാനത്തിൽ നിന്നും തുടങ്ങാം. കാലമേ നീ ജനതയ്ക്കു വേണ്ടി തൂലികയൊരു വാളാക്കി മാറ്റൂ. കാലമേ നീ ജനതയ്ക്കു വേണ്ടി തൂലികയൊരു വാളാക്കി മാറ്റൂ എന്ന 40കളുടെ അവസാനം നിങ്ങളോട് തന്നെ എന്ന കവിതയിലൂടെ പറയുന്ന കവി സ്വയം തൂലികയെ ഒരു വാളാക്കി മാറ്റുകയായിരുന്നു. കവിതാക്കളുടെ വിടപറച്ചിലിൽ കൂടിയും കവി വിപ്ലവം സൃഷ്ടിക്കുന്നു. മാറ്റങ്ങൾ എവിടെയും എന്ന കവിതയിലൂടെ. സമരമൊക്കെ കഴിയട്ട ഞാൻ ഈ സമതലത്തിൽ വരാമൊരു നാളിൽ. സമരമൊക്കെ കഴിയട്ട ഞാൻ ഈ സമതലത്തിൽ വരാമൊരു നാളിൽ. ഇവിടെ വച്ചന്നു തങ്ങളിൽ കാണാം ഇനിയും ചൂടും വെളിച്ചവും നെയ്യാൻ. കനിവില്ലായ്കയല്ലുണ്ടു ഞാൻ കൂടെ തനിയേ പോവുക പോവുക തങ്കം. മുകിലിൻ കീറിന്റെ വക്കത്തൊരൽപ്പം മുകളിൽ ചോര പൊടിഞ്ഞതു കാൺകെ. അകലച്ചെമ്മാന ചക്രവാളത്തിൽ അരിവാളമ്പിളി വെൺകതിർ വീശി. കവി വിതരണം ചെയ്ത അരിവാളുകൾ കൊണ്ട് ആത്മാഭിമാനം രക്ഷിക്കുന്ന പുലൈ പെണ്ണുങ്ങളുടെ കഥയാണ് അരിവാൾ തലമുറകളിലൂടെ. വിൽക്കാൻ ശീലിച്ചോരല്ല പുലയികൾ വിൽക്കാച്ചിന്നുകുലാഭിമാനം. വിൽക്കാൻ ശീലിച്ചോരല്ല പുലയികൾ വിൽക്കാച്ചിന്നുകുലാഭിമാനം. പിന്നിൽ നിന്നവർ കൊയ്ത്തരിവാളുകൾ ഒന്നൊന്നായി വലിച്ചൂരിയിട്ടേ മുന്നിൽ നിൽക്കുന്ന തമ്പുരാക്കന്മാരെ കൊന്നു കൊയ്തു കുതിച്ചുവത്രേ. പിന്നിൽ നിന്നവർ കൊയ്ത്തരിവാളുകൾ ഒന്നൊന്നായി വലിച്ചൂരിയിട്ടേ മുന്നിൽ നിൽക്കുന്ന തമ്പുരാക്കന്മാരെ കൊന്നു കൊയ്തു കുതിച്ചുവത്രേ. 1946 ജനുവരിയിൽ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഏകാധിപത്യപരമായ പ്രഖ്യാപനത്തിനെതിരെ 1946 സെപ്റ്റംബറിൽ വാരിക്കുന്തങ്ങളായ ആയുധങ്ങളുമേന്തി തോക്കുകൾക്കു നേരെ യുദ്ധം ചെയ്ത് നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച പുന്നപ്രയിലെയും വയലാറിലെയും തൊഴിലാളി സഖാക്കളുടെ വിപ്ലവ സംസ്കാരത്തിന്റെ നാളങ്ങൾ സാധാരണക്കാരന് എളുപ്പം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞുകൊടുക്കുന്നു കയറുപിരിക്കുന്ന തൊഴിലാളികളുടെ ഉജ്ജ്വലമായ സമര കഥയിലൂടെ. കയറുപിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ടുജ്വല സമരകഥ. കയറുപിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ടുജ്വല സമരകഥ. അതു പറയുമ്പോൾ എന്നുടെ നാടിന് അഭിമാനിക്കാൻ വകയില്ലേ. അറിയാം നിങ്ങൾക്കൊരു കഥയല്ലതു പൊരുതും വർഗചരിത്രത്തിൽ ഉടനീളം ചുടുചോരയിലെഴുതിയ തുടുതുട നിൽക്കും പരമാർത്ഥം. ചില വേളകളിൽ കൂട്ടം കൂടി ചിലർ പോകുന്നതു കാണുമ്പോൾ സമുദായത്തിലെ മേൽപ്പന്തികളിൽ ക്ഷമകേടൊരു കരിനിഴൽ വീശും. ഉണരും മുമ്പേ തൊഴിൽശാലകളുടെ ഉടമസ്ഥന്മാർ ഒരു ദിവസം കണി കണ്ടു തൊഴിലാളികൾ പലരും കൊടിയും കൊണ്ടു നടക്കുന്നു. കേൾക്കുന്നില്ലവർ മുതലാളികളിലൊരൂക്കൻ ഞെട്ടലതുൾച്ചേർത്തു. അവർ ഞെട്ടുന്നു തൊഴിലാളികളുടെ അണികളിലെന്തോ പുകയുമ്പോൾ
പുകയാനങ്ങനെ നിന്നില്ലാളി പടരുകയായി തീമലകൾ ഉലയൂതുകയായി നാടിൻ നെഞ്ചിൽ ചലനത്തിൻ ചുടുചൂളങ്ങൾ അക്കൊടുകാറ്റിൻ ഗതിവേഗതയെ സർക്കാരും മുതലുടമകളും ഒന്നിച്ചൊന്നിച്ചെതിരിട്ടപ്പോൾ ചെന്നിണമൊഴുകി ചോലകളിൽ തോക്കും മജ്ജയും ഉയിരുമുരുക്കും നേർക്കുകയായി പലവട്ടം വെടികൊണ്ടായിരം അലറിമരിച്ചു ചുടുചോരയ്ക്കൊരു ചങ്കൂറ്റം ചോര ചുവയ്ക്കും ഞങ്ങളുടെ നാട്ടിലെ നീരാവിക്കും മണലിനും കറുകക്കൂമ്പിൻ മഞ്ഞണി മുത്തിലുമൊരു തുള്ളി ചുടുനിണമില്ലേ ഇവിടെ കായലിൽ ഒഴുകിപ്പോകും കവിതയ്ക്കുണ്ടൊരു കഥ പറയാൻ വെടിയേറ്റന്നു തുളഞ്ഞ മരങ്ങൾ കിടിവെട്ടുന്നൊരു കഴിവില്ലേ വെടിയേറ്റന്നു തുളഞ്ഞ മരങ്ങൾ കിടിവെട്ടുന്നൊരു കഴിവില്ലേ നഷ്ടപ്പെട്ടു വളരും പലതും പട്ടിണിയുടെ ആ സമരത്തിൽ കായലിനരികിലെ ആ മാളികയിൽ കാണും ഫാക്ടറി ഉടമസ്ഥൻ നാടിനു വേണ്ടി തൊഴിലാളിയെ നായാടിയ ധീരത മാനിക്കാൻ സൈനിക മേധാവികളെ വരുത്തി സദ്യ നടത്തിയ നേരത്തിൽ ഖദർ ഷാൾ കൊണ്ടു വിയർപ്പൊപ്പിക്കൊണ്ടിതു വിധമൊന്നു ചിരിച്ചോതി നഷ്ടം വന്നു പലതും നമ്മുടെ ചൊട്ടത്തയ്യനു വെടികൊണ്ടു പുറ്റുകൾ പോലെ പിടിക്കും നല്ലൊരു പുത്തൻ തൈത്തല പോയല്ലോ പുറ്റുകൾ പോലെ പിടിക്കും നല്ലൊരു പുത്തൻ തൈത്തല പോയല്ലോ തോക്കും ലാത്തിയുമായി മുടിതുള്ളിയ സർക്കാരിന്റെ വാഴ്ചകളെ എതിരിട്ടവരുടെ ഹൃദ്രക്തത്താൽ കുതിരും വെള്ളമണൽത്തരികൾ നാളത്തെ പുതുസംസ്കാരത്തിൻ നാളം നെയ്യുകയാണെങ്ങും നാളത്തെ പുതുസംസ്കാരത്തിൻ നാളം നെയ്യുകയാണെങ്ങും 9-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഹിന്ദുമത പരിഷ്കരണത്തിനു വേണ്ടിയുള്ള ശങ്കരാചാര്യരുടെ വിശദീകരണങ്ങൾ സംസ്കൃതത്തിലായിരുന്നതുകൊണ്ട് സാധാരണ ജനങ്ങളിലേക്ക് ആ തത്വങ്ങൾ എത്തുകയുണ്ടായില്ല. അതിനുശേഷം സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിലുള്ള ഭക്തിപ്രസ്ഥാനം എന്ന ഗാന ആരാധനാ സമ്പ്രദായം രൂപപ്പെട്ടതിനു ശേഷം മാത്രമാണ് ഹിന്ദുമതം പ്രാബല്യപ്പെട്ടതും ജൈന ബുദ്ധമതങ്ങൾ ക്ഷയിക്കുകയും ചെയ്തത്. ആയതുപോലെ 1950-ൽ കൊന്തയും പൂണൂരും എന്ന കവിതാ സമാഹാരത്തിലെ ഗാനങ്ങളാകുന്ന കവിതകളിലൂടെ കവി സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരിലെ വർഗബോധത്തിന്റെ തിരികൊളുത്തുകയും പുകഞ്ഞുകെടാതെ ആ തീ ആളിക്കത്തിക്കുകയും ചെയ്തത് വയലാർ രാമവർമ്മയിലെ വെറും ഒരു കക്ഷി രാഷ്ട്രീയക്കാരനല്ല എന്ന് കാലം ഇതാ തെളിയിച്ചിരിക്കുന്നു. അങ്ങനെ മണ്ണിന്റെ മണമുള്ള ആയിരക്കണക്കിന് കഥകൾ പറഞ്ഞു കേൾപ്പിച്ചും കൈകോർത്തു പിടിച്ച് ആടിയും പാടിയും സ്നേഹിച്ചും ജീവിക്കാൻ കൊതിച്ച കവിയുടെ ചുണ്ടുകൾ വരണ്ടു തുടങ്ങിയപ്പോൾ നിങ്ങളില്ലാത്ത ഒരു ഗാനപ്രപഞ്ചം എനിക്കില്ല, എന്റെ ഈ ധന്യവാദങ്ങളെ അംഗീകരിക്കൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വേദന വിങ്ങും സമൂഹത്തിൽ നിന്ന് വേരോടെ ചീന്തിപ്പറിച്ചെടുത്ത് 1952-ൽ നമ്മൾക്ക് സമർപ്പിച്ചു ആയിഷയെ. അനുഗ്രഹീത ഗാഥികൻ സാംബശിവൻ മലയാള മണ്ണിന്റെ മുക്കിലും മൂലയിലും വരെ എത്തിച്ച ആയിഷയെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കവിയുടെ വരണ്ട ചുണ്ടിന്റെ ചൂളം വിളികളുടെ തരംഗങ്ങളിലേക്ക് നമ്മളുടെ ചിന്തകളെയും സംക്രമിപ്പിക്കാം.